എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് നേന്ത്രക്കായും വാഴപ്പിണ്ടിയും കൊണ്ടുള്ളൊരു അവിയലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പമുള്ള 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേപോലെ നമ്മൾ നേന്ത്രക്കായ അവിയലിന് അരിയത്തില്ല ആ ഒരു രീതിയിൽ നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ നൂലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് എടുത്ത് കളയണം. ഈ ഒരു രീതിയിൽ ആ നൂലൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. വാഴപ്പിണ്ടി ഇതെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേന്ത്രക്കായും അതേപോലെ തന്നെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അവിയലിനരിയുന്ന ആ ഒരു വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ നൂലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ നേന്ത്രക്കായ ഇതേപോലെ കുറച്ച് നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം അവിയലിനൊക്കെ നമ്മൾ അരിയുന്ന ആ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ 2 കഷ്ണങ്ങളും ഏകദേശം ഒരേ വലുപ്പത്തിലാകാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അവിയലൊക്കെ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളത്. അത് ഈ ഒരു രീതിയിൽ ആ നേന്ത്രക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകാൻ വേണ്ടി അതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കായയുടെ കറയൊക്കെ കാണാം. ആ ഒരു കറയൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ കായയുടെ കറയൊക്കെ കളയാൻ വേണ്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നന്നായിട്ട് കറ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം. നേന്ത്രക്കായക്കൊക്കെ വേവുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക നെത്തോലി കഴുകി വൃത്തിയാക്കി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കലങ്ങി കിട്ടണം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം വേഗമൊക്കെ എത്രത്തോളം ആയി എന്നൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് വറുത്ത് താളിച്ചൊഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അന്നേരം നല്ല അടിപൊളി ടേസ്റ്റാണ്. വാഴപ്പിണ്ടി നേന്ത്രക്കായും കൂടി അവിയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കും. അടുത്തത് ചെമ്മീൻ കൊണ്ടുള്ളൊരു ഒഴിച്ച് കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ഉണ്ടമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കീറിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഉണ്ടമുളക് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല മണം കിട്ടും. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ചെമ്മീനൊന്ന് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി, സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള അത്രയും തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 3-4 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട. അപ്പം ആവശ്യമുള്ള അത്രയും വെള്ളത്തോട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി ഒരുപാട് തിളച്ച് പോകരുത്. തിളച്ചാൽ അത് പിരിഞ്ഞു പോകും. ഇപ്പം ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇളക്കി കറിയൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. മൂടി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഏറ്റവും ഒടുവിലായിട്ട് ഇതിലേക്കൊന്ന് താളിച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് ലേശം കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീൻ കൊണ്ട് ഒഴിച്ചുകറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും. ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ട് ഈ ഒരു ഒഴിച്ചുകറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചുരക്കയും ഉണക്ക മത്തിയും ചേർത്തിട്ടുള്ള അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പകുതി ചുരക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ഇതിൻ്റെ നടുവിലുള്ള ആ കുരുവൊക്കെ ഒന്ന് ചെത്തിക്കളയണം. ഇത് ഒരുപാട് മൂക്കാത്ത ചുരക്കയാണ്. ഇങ്ങനെ മൂക്കാത്ത ചുരക്കയാണ് ഈ അവിയൽ വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ നല്ലത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ വീതി കുറച്ചിട്ട് നന്നായിട്ടൊന്ന് നടുവേ ഒന്ന് കീറിയെടുക്കാം. അതിന് ശേഷം ഈ ഒരു വലിപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ചുരക്കയൊക്കെ പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ ഒരുപാടങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ അത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി അരിഞ്ഞതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്ക മത്തിയാണ്. അപ്പോൾ മത്തി കഴുകിയതിന് ശേഷം അതിൻ്റെ മുള്ളൊന്നെടുത്ത് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു 3 മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇനി അതങ്ങോട്ട് മൂടി മാറ്റി വയ്ക്കാം. അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ട. അരപ്പും കൊണ്ട് തയ്യാറാക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉലുവാപ്പൊടിയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പ് കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറിയ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല കിടിലൻ ടേസ്റ്റാണ്. ചുരക്കയും ഉണക്കമീനും കൂടി ഈ ഒരു രീതിയിലൊന്ന് അവിയൽ വെച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.